ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇന്ന് ബറാത്തിൻ്റെ നോമ്പല്ലേ. ഇപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം കേട്ടോ വീഡിയോ ഇടുന്നത്. അപ്പോൾ അത് ബീഫ് കറി ആക്കി വെക്കുക കേട്ടോ, അല്ല അങ്ങനെ തേങ്ങ വറുത്തരച്ച് വെക്കാനാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കറി വെക്കാം, എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ഇറച്ചി മാറ്റിയെടുക്കാം കേട്ടോ. കാരണം അതിൽ നിന്നാണ് കട്ട്ലേറ്റിന് എടുക്കുന്നത്. പിന്നെ ചിക്കൻ കൊണ്ട് ചിക്കൻ റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ചിക്കൻ പിന്നെ മസാലയൊക്കെ തേച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് ആ എണ്ണയിൽ തന്നെ കേട്ടോ, കൂടുതൽ എണ്ണ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ എണ്ണയിൽ തന്നെ നമ്മൾ ഉള്ളിയൊക്കെ ഇട്ടുകൊണ്ട് തളിച്ചാൽ ആ ഒരു ചിക്കൻ്റെ ഫ്ലേവറൊക്കെ നമ്മളെ എന്താ പറയുക മസാലയിലുണ്ടാവും കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും ഒക്കെ ഇട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. ഞാൻ കൂടുതലും മസാലപ്പൊടികളൊന്നും ഇങ്ങനെ ചിക്കൻ റോള് കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ ചേർക്കലില്ല കേട്ടോ. കാരണം ആ ചിക്കൻ്റെ ഫ്ലേവർ അതൊന്നും ഇഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കും. പിന്നെ ചിക്കൻ മസാല തേച്ചതല്ല ഓൾറെഡി, അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ കുരുമുളക് പൊടി ഇടുന്നില്ല. ഓൾറെഡി പച്ചമുളക് അരച്ചിടുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ എരിവുണ്ടാവും. അങ്ങനെ ചിക്കന് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് ഒതുക്കിയെടുത്തതാണ്. എന്നിട്ട് അതിലോട്ടിട്ട് നമ്മളതൊന്ന് മാറ്റി വെക്കട്ടോ. കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കിയതിന് ശേഷം ഗ്യാസ് ഓഫാക്കി കൊടുത്താൽ മതിയേ. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ഞാൻ ചിക്കൻ റോള് ദോശ ചുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അതുപോലെ ദോശ ചുട്ട് എന്താ പറയുക മസാല ഇതിങ്ങനെ ആക്കിയിട്ട് ചൂടോടെ തന്നെ ഒന്ന് മടക്കണം. അപ്പോൾ എനിക്ക് ഫോണ് പിടിക്കലും അത് ചുറ്റലൊക്കെ കൂടി നടക്കണില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. പിന്നെ എനിക്കത് ശരിയാവുന്നില്ല കേട്ടോ. അപ്പം ഞാൻ പിന്നെ അത് ആ ഒരു ഇത് മാറ്റിങ്ങാണ്ട് പിന്നെ ബ്രെഡ് വെച്ചിട്ട് റോൾ ചെയ്തിട്ടോ. എന്നിട്ട് ഫ്രിഡ്ജിലോട്ട് കുറച്ച് എൻ്റെ ഉമ്മാക്ക് കൊടുത്ത് വിടാനുണ്ടേന് കുറച്ച്. അപ്പോൾ ചിക്കൻ കുറച്ച് വിട്ടതിന് ശേഷം ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ നമ്മൾ ബീഫ് കറി സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതിന്ന് കുറച്ച് ബീഫൊക്കെ എടുത്ത് മാറ്റി വേറൊരു പാനിൽ വെളുത്തുള്ളി വലിയുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും ചേർത്തുകൊണ്ട് നമ്മൾ കട്ട്ലേറ്റിനുള്ളതൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഞാൻ ഇത് ഇങ്ങനെ കറിയിലിട്ട് വേവിച്ചുകൊണ്ട് തന്നെ എന്താ പറയുക മിക്സിയിലിട്ട് ഒതുക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. കൈ കൊണ്ട് തന്നെ ഒന്ന് പിച്ച് ചീന്തിട്ടൊക്കെയാണ്. അതിൻ്റെ കൂടെ മല്ലിയിലും കൂടി ചേർത്ത് ഉള്ളിയൊക്കെ താളി വന്നതിന് ശേഷം അതിലോട്ട് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഉപ്പൊക്കെ ആവശ്യത്തിന് നോക്കി ഇട്ട് കൊടുക്കുക. നോമ്പായതുകൊണ്ടിട്ട് നോക്കാൻ പറ്റില്ല എന്ന് പറയുന്നില്ല. മോൾക്ക് നോമ്പില്ലാത്തതുകൊണ്ട് മോള് നോക്കിയിട്ടുണ്ട് കേട്ടോ, ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഉണ്ടാക്കി. പക്ഷേ മാഷാ അല്ലാഹ് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അടിപൊളിയാണ്. കട്ട്ലേറ്റ് ആകട്ടെ ചിക്കൻ റോളൊക്കെ ആവശ്യത്തിന് ഉപ്പും പുളിയും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കൊരു കൈയളവാണ്, ഇങ്ങനെ ഇത്ര സ്പൂൺ ഇടണമെന്നൊന്നും പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. ഒരു കൈയളവിൽ അങ്ങ് ഇടും. അത് ഏകദേശം ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ ശരിയാവില്ല എന്ന് പറഞ്ഞ മാതിരി. അങ്ങനെ പിന്നെ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് അതിലിട്ട് എന്താ പറയുക മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടോ. പിന്നെ നമുക്ക് ബീഫിൽ വറുത്തെടുക്കാൻ വേണ്ടിയിടുന്നത് വലിയ ജീരകവും കറിവേപ്പിനും ചുവന്നുള്ളിക്ക് കറിവേപ്പില കുറച്ച് അധികം ഇടും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ട് ഈ അരപ്പിൽ കാണുന്നുണ്ടല്ലോ മറ്റേ പച്ച കളറ്, നമ്മൾ കരിവേപ്പിൻ്റെ ഇല കേട്ടോ. അങ്ങനെ മിക്സി കഴുകി വെള്ളം ഒഴിച്ച് കറി നന്നായിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടോ. എനിക്ക് ഈ ഒരു കറി ഉണ്ടാക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് കൊതിയാണ്. എനിക്ക് പൊതുവേ വറുത്തരച്ച കറിനോട് ഇഷ്ടമാണ്. ചിക്കനാവട്ടെ ബീഫാവട്ടെ. ബീഫ് വെക്കൽ കുറവാണ്, പക്ഷേ ഇന്നെന്തായാലും ബീഫ് കിട്ടിയപ്പം ബീഫ് ഇങ്ങനെ വറുത്തരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരുപാട് എന്താ പറയുക കറുത്ത കളറിൽ തേങ്ങ വറുത്തിട്ടുള്ള കറി എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഈ ഒരു മഞ്ഞ കളറാണ് കേട്ടോ. വറുത്ത ചൊയ ഉണ്ടാവും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ തിളച്ചിട്ട് കൊടുത്തതിന് കട്ട്ലേറ്റൊക്കെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ഗ്യാപ്പിട്ട് ഞാൻ ഒന്ന് പോയി കിടന്നിട്ടോ. കാരണം തേങ്ങ വറുത്തതൊക്കെ ഒന്ന് ചൂടാറാനൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ പൊടിയൊക്കെ അടിയായി തുടങ്ങിയിട്ട് അത് നോമ്പകത്തിന് ഫില്ലാക്കി തുടങ്ങണം. ഇങ്ങനെ നൂൽപുട്ടാണ് ഈ വറുത്തരച്ചത്. 10 ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ വോൾട്ടേജ് കുറഞ്ഞ് വന്നപ്പോൾ ഞാൻ വിചാരിച്ച് നൂൽപുട്ട് മതി, അതാകുമ്പോൾ വല്ല കുഴച്ച് ഇതാക്കാനൊന്നും ഇല്ലല്ലോ. അങ്ങനെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ, ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ കട്ട്ലേറ്റ് ഇനി കട്ട്ലേറ്റ് പൊരിക്കണം. അപ്പം ഞാനത് മൂടി വെച്ചിങ്ങാണ്ട് പോയി കിടന്നു. ബാങ്ക് കൊടുക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ പൊരിക്കുക, കാരണം മറ്റ് ചൂടുണ്ടാവില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ശേഷം ഞാൻ വത്തക്ക ജ്യൂസ് അടിച്ചിങ്ങാണ്ട് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ച് പിന്നെ എണീറ്റ് വന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം എണീറ്റ് വന്ന് ചായക്ക് വെള്ളം വെച്ചിങ്ങാണ്ട് ഞാൻ ആദ്യം തന്നെ നമ്മൾ റോളാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്. ചിക്കൻ റോള് പൊരിച്ചെടുത്ത് അതിൻ്റെ കൂടെ തന്നെ ചായ തിളച്ച്. നമ്മൾ ചായ ഇല്ലാത്ത നമുക്കൊരു പരിപാടി ഇല്ല കേട്ടോ. കട്ടൻ ചായ മെയിനാണ്. പാൽ ചായ വേണ്ട, കട്ടൻ ചായ മതി. അങ്ങനെ ചിക്കൻ റോള് ബാക്കി ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ച്, കാരണം പൊട്ടിപ്പൊടിഞ്ഞതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് നാളെ ഇനി വൈകുന്നേരം എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചിട്ട് അങ്ങനെ ചിക്കൻ റോളും കട്ട്ലേറ്റൊക്കെ പൊരിച്ചും കൊണ്ട് നിൽക്കുന്നുണ്ട്. ഈ മുട്ടയുടെ വെള്ളം ചേർത്തിട്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ ഈ എണ്ണ ഇങ്ങനെ എന്താ പറയുക പത വരുന്നത്. അങ്ങനെ എല്ലാ പൊരിപ്പൊക്കെ കഴിഞ്ഞു. ടേബിളിലോട്ട് എടുത്ത് വെച്ച് ചായ നമ്മളെ അടിപൊളി ബീഫിൻ്റെ വറുത്തരച്ച കറി
കട്ട്ലേറ്റ്, ചിക്കൻ റോളിനൊരു സങ്കടം വരേണ്ട വെച്ചിട്ട് 2 കട്ട്ലേറ്റ് സൈഡിൽ വെച്ചതാട്ടോ. പിന്നെ നൂൽപുട്ട്, ജ്യൂസ്. അപ്പോൾ ഇതൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ നമ്മളെ ഇന്നത്തെ ബറാത്ത് നോമ്പിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോസ്. ഇനി അങ്ങോട്ട് തുടർച്ചയായിട്ട് ഇടാൻ ശ്രമിക്കുക. അപ്പോൾ കാരക്കല്ല കേട്ടോ, അതിനൊരു ഒറ്റൊരു കുറവുണ്ട് വരുന്നാൽ കാരക്ക ഞാൻ പറയാൻ വിട്ടുപോയി. അതുകൊണ്ട് വെള്ളം കുടിച്ച് ഞങ്ങൾ നോമ്പ് തുറന്ന് ഇങ്ങനെ നൂൽപുട്ടൊക്കെ തന്നെ മോളെ തിന്ന് കഴിഞ്ഞ്